ഹലോ ഇതാരാ? ആ നീ ആയിരുന്നല്ലേ? ഓക്കെ ഓക്കെ. നിന്റെ പെട്ടെന്ന് ലുക്സിലൊക്കെ മാറി കണ്ടപ്പോ പെട്ടെന്നേ. ഓ അത് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞ് വന്നതല്ലേ. ഓ ആണല്ലേ? 2 ജോഡി ഡ്രസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു. ഓ സെറ്റ് അവിടെ സെറ്റ് നിന്ന് സെറ്റ് വിലക്കുറവിന് സാധനം കിട്ടി. സെറ്റ് 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 സെറ്റ്. ഒരു സെക്കൻഡ് എടാ, ഞാൻ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇതാ വരുന്നേ. ഓക്കെ. ഞാൻ ഗൈസ് ഈ ഡിസ്പ്ലേ ക്യാപ്ചർ ഒന്ന് മാറ്റിക്കോട്ടെ, ഗെയിം ക്യാപ്ചർ ആക്കിക്കോട്ടെ. എന്താ അയ്യോ, മറ്റേ സാധനം ഇത് കളഞ്ഞില്ല. നല്ല ലോഡ് വലിക്കും. ഗൈസ് എല്ലാവർക്കും സെയിം അണ്ണാ ആർപിയിലോട്ട് കയറാ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അണ്ണ. എന്താണ് രാവിലെ ചായ കുടിച്ചാ? ചായ കുടിച്ചു. ചായ കുടിച്ചു. സുഖമല്ലേ? സുഖമല്ലേ? സുഖം. ഒന്ന് ഇറങ്ങൂ, അല്ലെങ്കിൽ ഐഡി പറയൂ. ഇറങ്ങേ. അണ്ണ ID 1102. ഇതെന്താ എന്താ നീ അയച്ചേ? യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh, crore, 10 crore, 13 കോടിയാ. നീ ഇതൊക്കെ എവിടെ? നീ ഇത് മോട്ടിക്കണത് വല്ലോ ആണോ? അല്ല, നല്ല ചോര തീരാക്കി ഉണ്ടാക്കുന്ന പൈസ. എന്റെ പൊന്നെ. TV അപ്പുകൂടം കം ടു PD ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ സൂപ്പർ. അണ്ണനും അപ്പൊ പിടിയിലോട്ടില്ലേ? ഞാനൊന്ന് പോയി ഡ്രസ് മാറിയിട്ട് വരാം. എടാ താങ്ക് യു സോ മച്ച്. എടാ നമ്മുടെ അണ്ടി ഫാക്ടറിയുടെ മീറ്റിംഗ് നാളെ ഉണ്ടാവും. അപ്പൊ നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് സെറ്റ് ആക്കാം കേട്ടാ. ഓക്കെ. ബാങ്കിലിടാം പോകുന്ന വഴിക്ക് ബാങ്കിലിടാം. എന്നാ പിന്നെ പറഞ്ഞു. കയ്യിലുള്ള വണ്ടിയൊക്കെ വിറ്റ് മറ്റേ ബോണ്ട് ആക്കണേ, ഇല്ലേ ഒന്നും കിട്ടൂല അപ്പുറത്ത്. എടാ എന്റെ വണ്ടി ബ്രോങ്കോയും BMW മാത്രമാ. അത് വിറ്റിട്ട് നമുക്ക് തിരിച്ചടുത്ത സിറ്റി കിട്ടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഈ പൈസയും ബോണ്ട് ആക്കണം എല്ലാം കൂടെ. സെർവർ ഓണറായി നമ്മുടെ കയ്യിലിരിക്കണേ, മനസ്സിലായോ? അധികം ആൾക്കാരോട് സംസാരിക്കരുത്. ഇത് ആരും പലതും പറഞ്ഞില്ല. നമ്മുടെ സൈഡിൽ സെർവർ ഓണർ ഉണ്ട്. പിന്നെ എനിക്ക് ഈ സെർവറിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് പ്രശ്നമുള്ള കാര്യമല്ല. ഹലോ ബ്രോ, ടീവി ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തോ കേട്ടില്ല. വിസിറ്റ് ചെയ്യാൻ പറ്റുമോ? വിസിറ്റ് ചെയ്യാം, വാ. കേറി കണ്ടോ. ഇതാണ് ജീവിയുടെ വീട്. കേറി. ആര് ചോദിച്ചാലും പരുന്തുവാസ് പറഞ്ഞിട്ട് കേറിയതാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. എന്റെ പേര് കൊച്ചുകുഞ്ഞ്. ഓക്കെ. ഇനി ആരെല്ലാം കാണാൻ വരുവാണെങ്കിൽ 1 കോടി വെച്ച് മേടിച്ചിട്ട് അകത്ത് കയറ്റി കാണിച്ചിട്ട് പൈസ എന്നെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. ഇത് നല്ലൊരു പരിപാടിയാണത്. അധികം ഗ്രൈൻഡ് ചെയ്യണ്ട. പിന്നെ കാണാൻ ഇത്ര നമുക്ക് ഈ ഡയറക്ഷനിൽ വന്നവനാ. പോണാണ്ടാ തിരിച്ച്. പാണ്ടിലോറി ഒരു ചാമണവനെ. ലൂസിഫറിലെ മോഹൻലാലാണോ പോയത്? അംബാസിഡർ അല്ല. ഹലോ ബ്രോ, സുഹൃത്തെ കേക്കാവോ? ഈ വണ്ടി ഒന്ന് തുറക്കോ? ഈ വണ്ടി ചുമ്മാ തുറന്നേ. ഓക്കെ, തുറന്നു. ഇനി ഇറങ്ങി. എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒന്നും കൂടെ ഒന്ന് തുറക്കോ. ഒറ്റ ഒരു പ്രാവശ്യം. ലോക്കല്ലേ? അല്ലല്ല, കൺഫേം ആക്കാൻ വേണ്ടി. എനിക്ക് എപ്പോഴും ലോക്കഡെന്ന് കാണിക്കുക, പക്ഷെ അത് തുറന്നു വരും. അതുകൊണ്ടാ. എന്തൊരു ചെയ്യാ. ഓപ്പൺ ആവല്ലേ? പിന്നെ ഇവിടുത്തെ കറികളെല്ലാം പഠിച്ചാ? പിന്നെ എവിടെ പഠിക്കാൻ? അത് ശബ്ദം എവിടെ കേട്ട് പഠിച്ചു. ഹലോ, സുഖമാണോ കമാര?
വാസണ്ണ അതെ സുഖാണോ? ആ സുഖ ഇതിപ്പോ ഞാൻ ഇവിടെ നോക്ക ശബ്ദം കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് നോക്കിട്ട് പോവാന്ന് വിചാരിച്ച് നോക്കിയതാ. ആ വാസണ്ണ എന്തൊക്കെയുണ്ട് നാളായി കണ്ടിട്ട്. നല്ല വിശേഷം നല്ല വിശേഷം. അതൊക്കെ അത്രല്ലോ പിന്നെ അല്ലാണ്ട്. ഞാന് ചെറിയൊരു പരിപാടിക്ക് പോവാൻ നിൽക്കുവായിരുന്നു. കാണാമോ? ഞാൻ വെറുതെ ഇത് കണ്ടപ്പോ സംസാരിച്ചേ ഉള്ളൂ. ഹലോ കിട്ടിയാണ്. ഹലോ ഹലോ കേക്കാവോ? ഹലോ ആ കേക്കാവോ? ആ അപ്പൊ ഞാൻ പോയിട്ട് വരാം. ആ ഓക്കെ വാസണ്ണ പോയിട്ട് വാ. ടേക്ക് കെയർ. ശരി. ഹലോ ആ വസണ്ണൻ, എല്ലാരും എവിടെ ഉണ്ടാ? ഞങ്ങൾ മുതുക്കൽ. അണ്ണൻ എവിടെ? അണ്ണാ ഹലോ സുഹൃത്തെ, ഹലോ ഇതാരാ? ആരാന്നാ ഗോസ്മറേ കൊണ്ടിട്ടത് മനസ്സിലായില്ല കൊത്തി മനസ്സിലായില്ലത് പെട്ടത്. നിന്റെ ലുക്ക് ഒരു ദിവസം കൂടി വരുന്നത്. കൊള്ളാലേ ഇന്നലെ കണ്ടപ്പോ ഇതില് സൗന്ദര്യം കുറവായിരുന്നു, പക്ഷെ ഇന്ന് കൂടി. അതല്ലേ മനസ്സിലാവഞ്ഞേ? അതാണ് ഇപ്പത്തല്ല കണ്ടത്. എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. കത്തൂലോ സൂര്യന്റെ അടുത്ത് പിന്നെ തടലുണ്ടാവിരിക്കോ. പിന്നെ ഇന്ന് തലക്ക് ചുറ്റും ഓറ. അതല്ലെങ്കിൽ ഓറയാ? ചോദിക്കും ആരാന്ന്. അല്ലേ എന്തിനു പരിപാടി? എവിടെ വസണ്ണൻ? എടാ ഞാൻ ഡ്രസ് ഷോപ്പില്. ഞാനെന്താ എല്ലാ ദിവസം ഇവിടെ വെച്ച് കാണാറുണ്ട്. പിന്നെ നീ എപ്പോഴും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടല്ലേ? ഈ പരിസരത്ത് എല്ലായിടത്തും ഒട്ടി ഞാൻ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനായോണ്ടാണ് കേട്ടോ വന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നു ടി വിയിലെ അവന്മാരെ വന്ന് വെടിവെച്ചിട്ടേ കാരണം മണ്ടയ്ക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞേട്ടാ. സത്യോട്ടോ ഞാൻ പിന്നെ നമ്മളെ അപ്പുക്കുട്ടാ അണ്ണാ വീടിൽ വിളിക്കുന്നത് എന്തിന്? എന്താ അറിയത്തില്ല. വായോ പിടി പോയി നോക്കിട്ട് വരാം. അത് ഒരാൾ കേസ് കൊടുത്തണ്ണ നമുക്കെതിരെ. ഹലോ എങ്ങോട്ട സ്റ്റെപ്പോണ്? ഞങ്ങള് എടാ പീടി വരെ ഒന്ന് വണ്ടിയുടെ ബമ്പറാണ് ഞാൻ വള്ളിയാണാ? ഓ ഒരു ചെറിയ ഞങ്ങളൊന്ന് പീടി വരെ പോയിട്ട് വരാം. ഓ ഓക്കെ കാണാം. ഓക്കെ എന്താ വെച്ചിട്ടല്ലോ വിളിച്ചോട്ടാ. ഓക്കെ ഓക്കെ ആ വാസണ്ണ ഓ പറ വാസണ്ണന്റെ നമ്പർ ഇല്ല എന്റെ 3333. 3333 വെയിറ്റ് ആക്കാം, ഞാൻ കോൾ ചെയ്യാം. ഓക്കെ കോൾ ചെയ്. ഫോൺ ഹാസ് ബീൻ ഡിസേബിൾഡ് ബൈ ഇറ്റ്സ് ഓണർ. ആ സൂപ്പർ. അപ്പൊ വളരെ ബെസ്റ്റ് വാസണ്ണ. ഫോണാണ് കയ്യില്. അല്ല ആ പിടിച്ച ആ ആർജയുടെ ഫോൺ വാസണ്ണ. എന്നെ വിളിച്ചിരുന്നാ ഞാൻ നമ്പറല്ല, ഞാൻ ഇപ്പൊ ആക്ടിവേറ്റ് ചെയ്യാവേ. ആ ഓക്കെ വാസണ്ണ ഓക്കെ പോയിട്ട് എന്റെ ഫോണാണ് എന്റെ കയ്യിൽ, പിന്നെ ആരുടെ അല്ല ചുമ്മാ മലയാളത്തിലല്ലോ അതിന്റെ ഡ്രസ് ഷോപ്പ് എന്ന് പറഞ്ഞേ. ഞാൻ പീടിയിലോട്ട് വരണം. അപ്പൊ ഇവര് പീടിയിലല്ല. ഹലോ മിസ്റ്റർ വാസു, പറഞ്ഞോ. ഇവിടെയാ ഈ എലി ഏതോ ബെസ്റ്റിന്റെ കൂടെ കറങ്ങുന്നുണ്ട്, അത് കാണാൻ കണ്ട. എടാ നമ്മളൊരു വണ്ടി വിറ്റ് കഴിഞ്ഞാ അത് അതിനെ പറ്റി തിരക്കി പോറുണ്ടോ? അവൻ കൊണ്ടുപോയി വല്ല ഓഫ് റോഡ് അടിക്കുവോ മറിക്കുവോ എന്ത് വേണം ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അറിയുന്ന ഒരാളാണ് അണ്ണാ. നമുക്ക് ഒപ്പം പോവാ. ഞാൻ ഡ്രസ് ഷോപ്പ് വരാം. ഫ്രണ്ടിലുണ്ട്. നീ എവിടെ നിൽക്കുന്നത്? ഞാൻ ബാക്കിലാ, ഞാൻ എസ് പമ്പാ, ഞാൻ അത് വന്നോണ്ടിരിക്കും. എന്നാ ഞാൻ ഞാനും എന്റെ വണ്ടിയിലാണ്. സാറാളെ വള്ളി പിടിക്കാൻ നടക്കാണ്ടാണ് നമ്മുടെ അടുത്ത്. നമ്മള് മൈൻഡ് ചെയ്തില്ല. ഓ മൈൽസ് എങ്ങനെ ചത്തേ ബട്ട് എങ്ങനെയാന്ന് അറിയത്തില്ല. ബട്ട് SRF അവരുടെ അടുത്ത് ഇങ്ങനെ കറങ്ങി നിൽക്കുകയൊക്കെ. അവൻ എത്ര കോടിയായിരുന്നു എനിക്ക് തന്നെ? എത്ര കോടിയായിരുന്നു തന്നെ? 13 കോടിയാ? 1 കോടി 30 ലക്ഷോ? യൂണിറ്റ് 10 crore. റോഡ് ബ്ലോക്ക് ചെയ്യുന്നോടാ. 100,000 ലാക്ക്. 9 ലക്ഷം രൂപ കയ്യിരുന്നോട്ടെ. നമ്മളെങ്ങനെ പുറത്തു പോകും? ഓ അടിച്ച് മാറ്റി വണ്ടി കൊടുക്കുന്നു. തുറക്കാൻ പറ്റോ? തുറക്കാം. ഓ പല്ലും പറഞ്ഞു. ഇതാരും മൈൽസാ? എങ്ങനെയാ പറ്റുന്നത്? ആരും ഇല്ലാത്ത ദിവസങ്ങളിൽ നീ കറക്റ്റായിട്ട് എങ്ങനെ വരുവാടാ? ആക്റ്റീവ് പയ്യനാണ്.
ഞാൻ വണ്ടി കുറച്ച് ഫ്രണ്ടോട്ട് വേഗം 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 ആ കേറ്